MRBDയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? ഈ ചിത്രം നോക്കൂ. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? അതെ, ഒരു ബൗലത്തുണ്ട്, അർണബുണ്ട്. ബൗലത്തിൻ്റെ കയ്യിൽ എന്താണ്? ബൗലത്തിൻ്റെ കയ്യിൽ ഒരു സിറിഞ്ച് ഉണ്ടല്ലേ. എന്താണ് സിറിഞ്ചിലുള്ളത്? അംറാൽ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അംറാൽ. മറലുൻ അംറാലുൻ. മറൽ എന്ന് പറഞ്ഞാൽ രോഗം, അംറാൽ രോഗങ്ങൾ. എന്തിനാണ് അർണബ് ഓടുന്നത്? രോഗങ്ങളുമായിട്ടാണ് ആ ബൗല് വരുന്നതല്ലേ. അതുകൊണ്ട് പേടിച്ചോടുകയാണ് അർണബ്. എന്തായിരിക്കും ആ ബൗല് അർണബിനോട് പറയുന്നുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഈ ചിത്രം നോക്കിയിട്ട് ഒരു കഥയുണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇനി ഞാനൊരു കഥ പറയാം, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. ഹാദിഹി ഖറിയത്തുൻ ജമീലത്തുൻ നളീഫത്തുൻ. ഇതൊരു വൃത്തിയുള്ള ഭംഗിയുള്ള ഒരു ഗ്രാമമാണ്. ഇവിടെ ഒരുപാട് പക്ഷികളും മൃഗങ്ങളും താമസിക്കുന്നു. അവർ നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് അവിടെ കഴിഞ്ഞുകൂടുന്നത്. എല്ലാ ദിവസവും രാവിലെ ദീക്ക്, അതായത് പൂവൻകോഴി, രാവിലെ എല്ലാവരെയും വിളിച്ചുണർത്തും. ഉറാബാണ് അവിടെ വൃത്തിയാക്കുന്നത്. ആ ഗ്രാമം വൃത്തിയാക്കുന്നത് ഉറാബാണ്. ആ ഗ്രാമത്തിന് കാവൽ നിൽക്കുന്നത് ആരാണെന്നറിയുമോ? അതെ, കൽബാണ്. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി കഴിയുന്ന നേരത്താണ് ആ ഗ്രാമത്തിലേക്ക് ഒരു ബൗലത്ത്, ഒരു കൊതുക് വരുന്നത്. ആ കൊതുകിന് അവിടെയുള്ള ആളുകളൊക്കെ സന്തോഷത്തോടു കൂടി കഴിയുന്നത് ഇഷ്ടപ്പെട്ടില്ല. അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കണമെന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ അവൻ ആ വഴിയിലിരിക്കുമ്പോഴാണ് അതിലൂടെ ഒരു അർണബ് നടന്നു വന്നത്. ആ അർണബിൻ്റെ പുറകെ ഓടുന്ന ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. എന്തിനായിരിക്കും അർണബിൻ്റെ പുറകെ ബൗൽ ഓടിയത്? ലിമാസ്രാൽ ബൗലു വറ അൽ അർണബ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം. ലിമ യഹ്റുബുൽ അർണബ്. അർണബ് എന്തിനാണ് ഓടിയത്? ഹൽ യഖാഫുൽ അർണബ് മിനൽ ബൗൽ. അർണബ് ബൗലിനെ പേടിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമൊന്ന് പറഞ്ഞേ. എന്തിനാണ് ബൗല് അർണബിൻ്റെ പുറകെ ഓടിയത്? അവൻ്റെ കയ്യിലുള്ള ആ രോഗങ്ങളെയൊക്കെ പകർത്താൻ വേണ്ടിയിട്ടാണല്ലേ. അത് കണ്ട് പേടിച്ചിട്ടാണ് അർണബ് അവിടെ നിന്ന് ഓടുന്നത്. ആ ദുഷ്ടനായ ബൗല് പോകുന്ന വഴിയിൽ കണ്ട എല്ലാവരെയും കടിക്കാൻ തുടങ്ങി. അങ്ങനെ ആ കറിയത്തിൽ രോഗങ്ങൾ പകരാൻ തുടങ്ങി. പലതരത്തിലുള്ള രോഗങ്ങൾ എല്ലാവർക്കും പിടിപെട്ടു. അങ്ങനെ ആ രോഗം ദജാജത്തിൻ്റെ ഹുമ്മിലേക്കും എത്തിച്ചേർന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്നറിയണ്ടേ? അതിന് നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. മാ അത്തു വലല്ലയിൽ. ആദ്യം നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഖദിമല്ലയിലു വൻതശറല്ലലാമു വമാ സാലൽ മത്തറു യൻസിലു വഷ്തദൽ ബർദു ഫആവത്തിൽ ഉമ്മു അഫ്രാഹഹ തഹ്തൽ ജനാഹ് ബഅദ കലീലിൻ ഗരികത്തിൽ അഫ്രാഹു ഫിന്നൗമി ഗറദ ത്വയ്റും മിൻ ബഗീദ്. ഇതിൽ നമ്മൾ പഠിച്ച കുറേ വാക്കുകളില്ലേ? നമുക്കറിയാവുന്ന കുറേ വാക്കുകളില്ലേ? നോക്കൂ. ലൈൽ. എന്താ ലൈൽ എന്ന് പറഞ്ഞാൽ? അതെ, രാത്രി. ഇൻതശറ. ഇൻതശറ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപിച്ചു. നമ്മൾ പഠിച്ചതാണല്ലേ. അല്ലലാം. എന്താണ് ലലാം? ഇരുട്ട്.
അതുപോലെ മത്തർ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? മത്തർ യൻസിലു. അൽ മത്തറു യൻസിലു, മഴ പെയ്യുന്നു. വഷ്തദ്ദൽ ബർദു, അതെ ബർദ് നമ്മൾക്കറിയാം. എന്താണ് ബർദ്? ഹർറ്, ബർദ് നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ. അതെ, ബർദ് എന്ന് പറഞ്ഞാൽ തണുപ്പ്. ഇനിയോ അഫ്രാഹ് നമ്മൾക്കറിയാം അല്ലേ? ആരാണ് അഫ്രാഹുകൾ? പക്ഷിക്കുഞ്ഞുങ്ങളെയാണ് അഫ്രാഹ് എന്ന് പറയാം. തഹ്ത, എന്താണ് തഹ്ത എന്ന് പറഞ്ഞാൽ? അതെ, താഴെ, അടിയിൽ എന്നൊക്കെയാണ്. ജനാഹ് എന്ന് പറഞ്ഞാലോ? ചിറക്. ജനാഹ് ചിറക്. ഓരിക്കത്ത്, ഓരിക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുകി എന്നാണ് അല്ലേ? അതുപോലെ ഒറത, ഒറത എന്നാൽ പാട്ടുപാടി. ത്വയ്റ്, പക്ഷി. അപ്പോൾ ഇത്രയും വാക്കുകൾ നമുക്കറിയാവുന്നതാണല്ലേ. ഇനി ബാക്കിയുള്ള വാക്കുകളുടെ അർത്ഥം കൂടി പറഞ്ഞു തന്നാൽ നമുക്കത് വേഗത്തിൽ വായിച്ച് മനസ്സിലാകുമല്ലോ. നമുക്കിനി ഒന്ന് അർത്ഥം വെച്ച് വായിച്ചു നോക്കാം. ഖദിമല്ലൈലു, രാത്രി വന്നു, രാത്രിയായി. വൻതശറല്ലലാം, ഇരുട്ടു പരന്നു, എല്ലായിടത്തും ഇരുട്ട് പരന്നു. വമാസാലൽ മത്തറു യൻസിലു, മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. വഷ്തദ്ദൽ ബർദു, തണുപ്പ് കഠിനമായി, കഠിനമായ തണുപ്പാണ്. ഫആവത്തുൽ ഉമ്മു അഫ്രാഹഹ തഹ്തൽ ജനാഹ്. ആവത്തുൽ ഉമ്മു, ഉമ്മ അഭയം കൊടുത്തു, സംരക്ഷിച്ചു. ആരെ? അഫ്രാഹഹ, അതിൻ്റെ കുഞ്ഞുങ്ങളെ. തഹ്തൽ ജനാഹ്, തൻ്റെ ചിറകിനടിയിൽ. ബഅദ കലീലിൻ, കുറച്ച് കഴിഞ്ഞപ്പോൾ. ഓരിക്കത്തിൽ അഫ്രാഹ് ഫിന്നൗമി, അഫ്രാഹുകളൊക്കെ നല്ല ഉറക്കത്തിലിങ്ങനെ മുഴുകിപ്പോയി. അവരൊക്കെ ഗാഠനിദ്രയിലായി. ഗൊറദ ത്വയ്റുൻ മിൻ ബഈദ്, അങ്ങ് ദൂരെ നിന്ന് പക്ഷി ഇങ്ങനെ പാട്ടുപാടുന്നുണ്ട് രാത്രിയിൽ. നമുക്കിനി അതിൻ്റെ ബാക്കി ഭാഗം നോക്കിയാലോ. മലാ മുൻതസഫുൽ ലൈൽ ഫജ്അതൻ സമഅത്തുൽ ഉമ്മു ബുകാഅൻ ഫനളറത് ഹൗലൽ ഖുമ്മി ഫറഅത് ഫർഖൻ യബ്കി വഹീദാ അസ്റഅത്തുൽ ഉമ്മു ഇലൽ ഫർഖി വളമ്മതുഹു ഇലൈഹ ഹർറുൻ ശദീദുൻ യാ റബ്ബി മാദാ അസാബ ഇബ്നി വഫീ ഖൽബിഹാ അൽ ഖൗഫ് വൽ ഹുസ്ൻ അന തഅബാനുൻ യാ മാമാ ലാ ബഅസ് തഹൂറുൻ ഇൻഷാ അല്ലാഹ് ബുക്റതൻ നറൂഹു ഇല ത്വബീബ് വമാ സാലത്തുൽ ഉമ്മു തൻതളിറു തുലൂഅൽ ഫജ്ർ. ഇനി നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. മല മുൻതസഫുൽ ലൈൽ, മല കഴിഞ്ഞുപോയി. മുൻതസഫുൽ ലൈൽ, അങ്ങനെ പാതിരാത്രി കഴിഞ്ഞു. മുൻതസഫുൽ ലൈൽ എന്ന് പറഞ്ഞാൽ പാതിരാത്രി. ഫജ്അതൻ, പെട്ടെന്നാണ്. സമഅത്തിൽ ഉമ്മു, ഉമ്മ കേട്ടത്. ബുകാഅൻ, ഒരു കരച്ചിൽ. ആരാണ് കരയുന്നത്? അതെ, ഫനളറത്ത് ഹൗലൽ ഖുമ്മി, ഫനളറത്ത്, ആ ദജാജത്ത് തള്ളക്കോഴി നോക്കി. ഹൗലൽ ഖുമ്മി, ആ കൂടിൻ്റെ ചുറ്റുഭാഗത്തും നോക്കി. ഫറഅത്ത്, അപ്പോൾ അവൾ കണ്ടു. ഫർഹൻ, ഒരു കോഴിക്കുഞ്ഞിനെ കണ്ടു. യബ്കി വഹീദ, അത് ഒറ്റയ്ക്ക് നിന്ന് കരയുന്നു. അസ്റാത്തുൽ ഉമ്മു, ഉമ്മ വേഗം അതിനടുത്തേക്ക് ചെന്നു. ഇലൽ ഫർഹി, ആ ഫർഹിൻ്റെ അടുത്തേക്ക്. വളമ്മത്ത് ഇലൈഹ, അവൾ അതിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഹർറുൻ ഷദീദുൻ, കഠിനമായ ചൂട്. യാ റബ്ബി മാദാ അസ്വാബ ഇബ്നി, ആ കോഴി പറഞ്ഞു, ദജാജത്ത് പറഞ്ഞു, യാ റബ്ബി, എൻ്റെ റബ്ബേ, മാദാ അസ്വാബ ഇബ്നി, എൻ്റെ കുട്ടിക്ക് എന്താണ് പറ്റിയത്? വഫീ ഖൽബിഹ അൽ ഖൗഫ് വൽ ഹുസ്നു, അപ്പോൾ കുട്ടിയുടെ ചൂട് കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ പേടിയും ഹുസ്നും സങ്കടവുമൊക്കെ ഉണ്ടായി. ഖൗഫ് എന്ന് പറഞ്ഞാൽ
പേടി, ഹുസ്ന് സങ്കടം. അപ്പം ആ കുട്ടി, ആ കുഞ്ഞു കോഴി പറഞ്ഞു, അന തഅബാൻ യാ മാമ, ഉമ്മ ഞാൻ ആകെ ക്ഷീണിതനാണ്. അപ്പോൾ ദജാജത്ത് പറഞ്ഞു, ലാ ബഅസ് തഹൂറുൻ ഇൻഷാ അല്ലാ എന്ന് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രശ്നമില്ല, എല്ലാം സുഖമാകും ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ. ബുക്റത്തൻ നറൂഹു ഇല ത്വബീബ്, ബുക്റത്തൻ അടുത്ത ദിവസം തന്നെ, നറൂഹു നമുക്ക് പോകാം, ഇല ത്വബീബി ഡോക്ടറുടെ അടുത്തേക്ക് പോകാം. വമാ സാലത്തുൽ ഉമ്മു തൻതളിറു തുലൂ അൽ ഫജർ, അങ്ങനെ വമാ സാലത്തുൽ ഉമ്മു തൻതളിറു, ഉമ്മ കാത്തിരുന്നു, തൻതളിറു കാത്തിരുന്നു, തുലൂ അൽ ഫജർ നേരം വെളുക്കുന്നതും കാത്തിരുന്നു. മാ അത്വല ഹാദൽ ലൈൽ, അപ്പോൾ ഉമ്മ മനസ്സിൽ പറയുകയാണ്, മാ അത്വല് എന്ത് നീണ്ടതാണ്, ഹാദൽ ലൈൽ ഈ രാത്രി എന്ത് നീളമുള്ളതാണ്. തൻ്റെ കുഞ്ഞിനെ നാളെ രാവിലെ ഡോക്ടറെ കാണിക്കാനുള്ളതാണ്, തൊബീബിൻ്റെ അടുത്ത് പോകാനുള്ളതാണ് അല്ലേ. അതുകൊണ്ട് ആ അമ്മയ്ക്ക് ആ രാത്രി വളരെ നീളമുള്ളതായി തോന്നി. അതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്, മാ അത്വലൽ ലൈൽ. ഇനി ഈ പാഠഭാഗം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. ഇതിൽ ഒരുപാട് പുതിയ വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് പഠിച്ച ഒരുപാട് വാക്കുകൾ ഇപ്പോൾ ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി എല്ലാവരും നന്നായി വായിച്ചു പഠിക്കുക. ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുള്ള ഉത്തരം എല്ലാവരും ഈ പാഠഭാഗത്തിൽ നിന്ന് കണ്ടുപിടിക്കില്ലേ? മത്താ വഖഅത്ത് ഹാദിഹിൽ ഖിസ്സ, ഈ ഖിസ്സ നടക്കുന്ന സമയം ഏതാണ്? എപ്പോഴാണ് ഈ ഖിസ്സ നടന്നത്? ഐന ആവത്തിൽ ഉമ്മു അഫ്രാഹഹ, തള്ളക്കോഴി അതിൻ്റെ അഫ്രാഹുകളെ എവിടെയാണ് അഭയം നൽകിയത്? മാതാ സമി അൽ ഉമ്മു, ആ തള്ളക്കോഴി എന്താണ് കേട്ടത്? മാതാ അസ്വാബലിൽ ഫർഹി, ആ ഫർഹിന് എന്താണ് പറ്റിയത്? മാതാ ഖാലൽ ഫർഹു ലിൽ ഉമ്മി, ഫർഹ് തൻ്റെ ഉമ്മയോട് എന്താണ് പറഞ്ഞത്? ഇഖ്തർ അസ്വഹീഹ, ശരിയായത് കണ്ടുപിടിക്കണം. നസലൽ മത്തറു വഷ്തദ്ദ ഡാഷ്, അൽ ഹർറ് അൽ ബർദ് അൽ ലൈൽ, ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കാം. അടുത്തത് ബുക്റത്തൻ നറൂഹു ഇല ഡാഷ്, അൽ ബൈത്ത് അത്വബീബ് അൽ മദ്രസ. അടുത്തത് യസ്കുനുദ്ദീഖു ഫി ഡാഷ്, അൽ ഉഷ് അൽ ഖഫസ് അൽ ഖും. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ പാഠഭാഗം വായിച്ച് എല്ലാവരും കണ്ടുപിടിക്കണം. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.